ഫംഗ്ഷനൊക്കെ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സായി. വെദർ യു ആർ ടീച്ചേഴ്സ് നൗ, ആർ യു ടീച്ചേഴ്സ്? വി ആർ ഗിവിംഗ് സം പ്രാക്ടീസ് ഇൻ അവർ സ്കൂൾ. ഒരു ടീച്ചർ ആവാനുള്ള ഒരു സാധ്യതകൾ, അതായത് നിങ്ങളുടെ അധ്യാപകർ തന്നെ അവരുടെ പിൻഗാമികളെ കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനാണ് ഇങ്ങോട്ട് നടക്കുന്നത് അല്ലേ? വളരെ സന്തോഷമുണ്ട്. രാവിലെ നിലവിൽ കണ്ടപ്പോഴത്തേന് കുറച്ച് പേര് ബസ്സിലുണ്ടാകും, കുറച്ച് പേര് സാരി കൊടുക്കുന്നതുകൊണ്ടായിരിക്കും പാരൻസ് കൊണ്ടാക്കുന്നത്. രാവിലെ ചോദിച്ചു എല്ലാവരും ബസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹാപ്പി ആയിരുന്നു അല്ലേ? നമ്മുടെ ലോഡ് കൃഷ്ണ കുടുംബത്തിലോട്ട് ഞാൻ വന്നു കയറി 11ാമത്തെ വർഷമാണ്. എനിക്കതൊരു വലിയ ഒരു ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിന്. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത് ടീച്ചേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. സുപ്രധാനമായ ഒന്നാണ് ടീച്ചേഴ്സിനുള്ള പങ്ക് എന്ന് പറയുന്നത്. ക്ഷമ നമ്മൾ പഠിക്കുന്നത് സാധാരണ പറയുന്നത് അമ്മയാകുമ്പോഴാണ് ക്ഷമ പഠിക്കുന്നതെന്നാണ്. പക്ഷെ ഞാനൊരു അധ്യാപികയായപ്പോഴാണ് ഞാൻ ക്ഷമ പഠിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നത് എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ കുട്ടികൾ. 7, 8, 9 ആ ഒരു കാലഘട്ടത്തിൽ മലയാളം പഠിപ്പിച്ചൊരു അധ്യാപകനെ ഞാൻ ഈ വിഷയം ഓർക്കാൻ സാറാണ് ഞാനൊരു ഡ്രോയിങ് സാർ ആവുമെന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. ഞാൻ ട്രെയിനിലായിട്ടാണ് എന്നെ കടന്നു വരുന്നത്. 5 മാസം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണമെന്ന് ആലോചിച്ച് തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ ഒരു ടീച്ചറിൻ്റെ വേക്കൻസിയാണ് ഇന്ന് ഞാനിവിടെ ടീച്ചറായിട്ട് വിളിക്കാൻ. ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് കുട്ടികളുമായിട്ട് കുറച്ചുകൂടി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല നേട്ടമായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ഒത്തിരി ചാൻസ് ഉണ്ട് ടു അവർ മാനേജ്മെന്റ്. നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫീൽഡ് നമ്മുടെ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എന്നെ പഠിപ്പിച്ച പല ടീച്ചർമാരുടെ അവർ പഠിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന വിലയും നിലയും, അതൊക്കെയാണ് ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. Krishna Residential Public School, one of the best platform for a beginner, and I just express my gratitude to all the teachers who taught me. As a teacher, it's my first platform. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ലോഡ് കൃഷ്ണ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. നമ്മൾ പിറകിലോട്ട് പോയാലും നമ്മൾ മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഇവിടെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. മമ്മി കുറേ കുട്ടികളുടെ പേപ്പർ കൊണ്ടുവന്ന് നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അതുപോലെ നോക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിലൊരു ടീച്ചർ ആവണമെന്ന് തോന്നിയത്. Actually, I have to thank all of my teachers to be an opportunity to understand how difficult and enjoying teaching is. When I am teaching, students are walking there and there, and it is so difficult. I am so proudful to be here. I thank all the teachers and I wish you all a happy Teachers Day. ആദ്യം എനിക്ക് ടൈം ടേബിൾ കിട്ടിയപ്പോൾ തന്നെ 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും മാത്രമേ പഠിപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ്സിൽ PG ഉണ്ടായിരുന്നു 6th സ്റ്റാൻഡേർഡ്. അപ്പോൾ തന്നെ ആശ്വാസം. Hindi was my favorite subject and I feel so lucky to be a Hindi teacher today. 4ാം ക്ലാസ്സാണ് എൻ്റെ കാണുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിൾ 4ാം ക്ലാസ്സാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് ക്ലാസ് ടീച്ചർ ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും കഷ്ടപ്പാടെന്ന്. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാലും അവരൊന്നും നല്ലോണം ഇരിക്കുന്നില്ല. ചിലവർ ഫുഡൊക്കെ വരി കളയുന്നത്, ചിലവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടുന്നത്. KG section is very simple. Our writing exams. Second class is very hard. Interested. I was assigned for the duty of Samavis. When I got the timetable of Samavis, I was so happy because only 3 classes. മാത്സ് ഹിന്ദു മിസ്സിൻ്റെ റോളായിരുന്നു കിട്ടിയത്. ടൈംടേബിളൊക്കെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ചു. 4th സ്റ്റാൻഡേർഡ് ഇത്തിരി പാടായിരുന്നു കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് 8ലായിരുന്നു. Today is the birthday of Dr. Sarvepalli Radhakrishnan. Running in the class. So today I am here to share my experience of being a teacher. I was assigned to take the role of Devami. First I thought this profession was so easy. Then after entering 7th standard, it was so difficult. It was so easy and some students didn't realize me as a teacher. I am grateful to